അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് നല്ല റാഹത്തും സന്തോഷവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ പാവങ്ങളാണ്, ഒരുപാട് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലാണ്. അള്ളാഹു നമുക്ക് നല്ല സന്തോഷം പ്രദാനം ചെയ്യട്ടെ. എന്താണോ നമ്മുടെ വിഷമം അതൊക്കെ തീർത്ത് നല്ല റാഹത്തുള്ള ജീവിതം നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്ത് തന്ന് നല്ല റാഹത്തുള്ളൊരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമുക്കൊരു അമൽ പറഞ്ഞാലോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അമൽ ഈ കാലഘട്ടം വളരെ മോശമാണ് അല്ലേ? കള്ളനും പിടിച്ചു പറയും ആക്രമിക്കുന്ന ആളുകളും അങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ട് കാലം വളരെ മോശമാണ്. എവിടെ നോക്കിയാലും അക്രമവും അനീതിയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ വീടിനുള്ളിൽ എന്ത് സുരക്ഷിതത്വത്തിലാണ് കഴിയുന്നതെന്ന് നമുക്കറിയില്ല. വീടിനുള്ളിൽ കയറിയിട്ട് വരെ ആളുകൾ വെട്ടിക്കൊല്ലുന്നു. സ്വർണവും പണവും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടു പോകുന്നു. ഇങ്ങനെ വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലും കാലഘട്ടത്തിലുമാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ ഒരു സേഫ്റ്റിയും ഒരു സമാധാനവും നമുക്കില്ലാത്തൊരു അവസ്ഥയാണ്. അത്രത്തോളം ദുരന്തങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മൾ അത്തരം പ്രയാസങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ വീടും നമ്മുടെ സ്വത്തും നമ്മുടെ വാഹനവും എല്ലാം അള്ളാഹുവിൻ്റെ കാവലിലാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു അമലാണ്. അമലുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക മുഅ്മിനീങ്ങളെ. ഞാനിന്ന് പറഞ്ഞു തരുന്ന അമൽ, ഒരു കള്ളൻ നമ്മുടെ വീട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി നമുക്കെന്ത് ചെയ്യാം? നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു സെക്യൂരിറ്റിയെ വെക്കാം. അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാൽ നമുക്കൊരു അമലിൻ്റെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്തു വെക്കാം? നമ്മുടെ വീട്ടിൻ്റെ വളപ്പിലേക്ക്, നമ്മുടെ പരിസരത്ത് ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരു പിടിച്ചു പറിക്കുന്ന ഒരു അക്രമികയോ ആരും വരാതിരിക്കാൻ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി അമൽ ഞാൻ പറഞ്ഞു തരാം. ഇതൊന്ന് ചെയ്തു വെക്കൂ. അള്ളാഹു നമ്മുടെ വീടും പരിസരവും അതിൻ്റെ കാവലിലാക്കി തരും, ഒരു സംശയവും വേണ്ട. നമ്മുടെ വീട്ടിലേക്ക് കള്ളൻ വന്നാൽ തന്നെ അവൻ തിരിച്ചു പോകാൻ പറ്റാത്ത വിധത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരമലാണത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ വന്നാൽ അവന് തിരിച്ചു പോകാൻ പറ്റില്ല. അവന് ശരീരം കുഴഞ്ഞു പോവുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അവനെ പിടിക്കപ്പെടും. അത്തരത്തിലുള്ള നല്ല പെർഫെക്റ്റായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും നല്ല സ്കിപ്പ് ചെയ്യാതെ ആത്മാർത്ഥതയോടുകൂടി കേട്ട് ചെയ്തു വെക്കുക. അള്ളാഹു ഫലം തരട്ടെ. ഫലം തരുന്നവൻ റബ്ബാണ്. ഞാൻ ചെയ്തെന്നാലും നിങ്ങൾ ചെയ്താലും അള്ളാഹു ഫലം തരണം. നമ്മൾ ചെയ്യുന്ന അമലിനൊക്കെ അള്ളാഹു ഫലം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് അമലിലേക്ക് പോകാം. ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരും. അതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസീനെ ആദ്യം നമ്മൾ എഴുതുന്നതിന് മുമ്പ് 786 എന്ന് അറബി അക്കത്തിൽ എഴുതണം. അതിന് ശേഷമാണ് നമ്മൾ ആയത്തുൽ കുർസി എഴുതേണ്ടത്. മുഅ്മിനീങ്ങളെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ എഴുതുന്നത് ക്ലിയർ ആകുന്നില്ല എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീഡിയോയിലെ സെറ്റിങ്സിൽ പോയി നിങ്ങൾ അത് ക്ലാരിറ്റി കൂട്ടി വെച്ചതിന് ശേഷം കാണുക. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ എഴുതിയത് കാണാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഉസ്താദ് എഴുതിയത് കാണുന്നില്ല, ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആളുകൾ ചോദിക്കുന്നു, ഉസ്താദ് ക്ലിയർ ഇല്ല എന്ന്. ആളുകൾക്ക് മുഴുവനും നമുക്ക് വാട്സപ്പിലൂടെ ഇത് അയച്ചു കൊടുക്കാനൊന്നും പറ്റൂല. അതുകൊണ്ടാണല്ലോ നമ്മൾ യൂട്യൂബിലൂടെ ഇത് പബ്ലിക്കാക്കുന്നത്. അതുകൊണ്ട് ക്ലാരിറ്റി കൂട്ടി വെച്ചതിന് ശേഷം നിങ്ങൾ കാണുക. അപ്പോൾ ഈ എഴുതിയ ഫോട്ടോ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആകും. മനസ്സിലായോ? അപ്പോൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും. ആ ഫോട്ടോയിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ആയത്തുൽ കുർസിയാണ്. അതിന് ചുറ്റുഭാഗത്തും രണ്ടാമതായി നിങ്ങൾ എഴുതേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. അത് ഞാൻ അതിൻ്റെ അടിയിൽ മലയാളത്തിൽ ഈ ആയത്തുൽ കുർസീൻ്റെ ചുറ്റുഭാഗം എഴുതേണ്ടത് എന്ന് എഴുതിയിട്ട് രണ്ടാമത്തെ ഫോട്ടോയിൽ കാണിച്ചു തരും. 2 ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒന്ന് ആയത്തുൽ കുർസി എഴുതിയതിൻ്റെ ഫോട്ടോ. അതെങ്ങനെ എഴുതണം എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരും. അതാദ്യം വെള്ള പേപ്പറിൽ കറുപ്പ് മഷി പെന്നുകൊണ്ട് ഖലാഹുൽ ഹാജത്ത് നിസ്കരിച്ചതിന് ശേഷം ആത്മാർത്ഥമായി
നല്ല ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി നിങ്ങളത് എഴുതുക. എഴുതാനിരിക്കുമ്പോൾ ബിസ്മി ചൊല്ലി ആദ്യം എഴുതേണ്ടത് ആയത്തുൽ കുർസിയാണ്. അത് ഒന്നാമത്തെ ഫോട്ടോയിൽ ഞാൻ കാണിക്കും. ഇത് എഴുതിയതിന് ശേഷം അതിന് ചുറ്റുഭാഗത്തും ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി ഇതിന് ചുറ്റുഭാഗത്തും എന്ത് ചെയ്യുക, ഞാൻ രണ്ടാമത്തെ കാണിച്ചു തന്ന ഫോട്ടോയിൽ എഴുതിയിരിക്കുന്നത് ഒറ്റ അക്ഷരത്തിൽ നിങ്ങൾ അങ്ങനെ എഴുതുക. ഒറ്റക്ഷരത്തിൽ എങ്ങനെ എഴുതണം എന്ന് ഞാനതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങളത് പോയി കാണുക. സംശയമുള്ളവർ മറ്റുള്ളവരോട് ചോദിക്കുക. ഒറ്റ അക്ഷരത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ഒറ്റ അക്ഷരത്തിൽ അങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മുഹമ്മദ്. മുഹമ്മദ് എന്നുള്ള പേര് ഒറ്റ അക്ഷരത്തിൽ എഴുതുമ്പോൾ ആദ്യം മീമ്, പിന്നെ ഹാഹ്, പിന്നെ മീമ്, പിന്നെ ദാല്. അതാണല്ലോ മുഹമ്മദ്. കൂട്ടി എഴുതുമ്പോൾ നമ്മളതിങ്ങനെ കൂട്ടി എഴുതും. ഞാനത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് കൂട്ടി എഴുതിയതും ഒറ്റ അക്ഷരത്തിൽ എഴുതിയതും. അപ്പോൾ നിങ്ങൾ ഒറ്റ അക്ഷരത്തിൽ വേണം രണ്ടാമത്തെ ഫോട്ടോയിൽ കാണിച്ചത് എഴുതാൻ. ഇതിന് ചുറ്റുഭാഗം ഒറ്റ അക്ഷരത്തിൽ എഴുതിയതിന് ശേഷം 4 പേപ്പറിൽ നിങ്ങളിത് എഴുതണം. 4 പേപ്പറിൽ നിങ്ങളിത് എഴുതണം. എഴുതിയതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യുക, ഇത് 4 കുപ്പിയിൽ ഇടുക. അല്ലെങ്കിൽ 4 ചെറിയ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തിലാണോ കുഴിച്ചിടാൻ പറ്റുന്നത് അതിലാക്കുക. അളുക്കാകുമ്പോൾ ചെറിയ അളുക്കാകുമ്പോൾ 4 അളുക്കിൽ ഇത് ഇടുക. ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഒരു കുപ്പിയിൽ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓതിയതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആദ്യത്തെ ഒരെണ്ണം കുഴിച്ചിടുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓതിയതിന് ശേഷം നിങ്ങൾ ദുആ ചെയ്യുക, അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, റബ്ബെ നിൻ്റെ ഖുർആനായ ആയത്തുൽ കുർസീൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ എഴുതിയതിൻ്റെ ഇസ്മുകളുടെ ബർക്കത്ത് കൊണ്ട് ഈ വീട്ടിലേക്കോ വളപ്പിലേക്കോ ഒരു കള്ളനും കയറാൻ പാടില്ല, ഒരാളുടെ ശത്രുതയും ഉണ്ടാകാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, വീടിൻ്റെ മധ്യഭാഗത്ത് നടുവിലായിട്ട് മുറ്റത്ത് ആദ്യത്തെ ഒരു കുപ്പി കുഴിച്ചിടണം. അത് റസൂലുള്ളാഹിൻ്റെ പേരിൽ. അത് കൂടാതെയാണ് 4 എണ്ണം നിങ്ങൾ എഴുതേണ്ടത്. ടോട്ടൽ അപ്പോൾ 5 എണ്ണം വേണ്ടി വരും. 4 എണ്ണം വീടിൻ്റെ 4 മൂലയിലും ഒരെണ്ണം മധ്യത്തിലും കുഴിച്ചിടാനുള്ളതാണ്. 4 എണ്ണത്തിൽ നിങ്ങൾ ഒരെണ്ണം റസൂലുള്ളാഹിൻ്റെ പേരിൽ കുഴിച്ചിട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് 4 എണ്ണമാണ്. ഈ 4 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം, 4 ഖലീഫമാരെ പേരിൽ ഓരോ യാസീൻ ഓതിയതിന് ശേഷം 4 മൂലയിൽ കുഴിച്ചിടുക. ഇൻഷാ അല്ലാഹ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഒന്ന് ഉമർ ഖത്താബ് തങ്ങൾ, ഒന്ന് അലിയാർ തങ്ങൾ, ഒന്ന് ഉസ്മാൻ തങ്ങൾ. ഇവരുടെ പേരിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ യാസീൻ ഓതിയിട്ട് 4 മൂലയിൽ കുഴിച്ചിടുക. കുഴിച്ചിടുന്ന സമയത്ത് അല്ലാഹുവേ ഞാൻ ഓതിയ യാസീനിൻ്റെ ബർക്കത്തുണ്ട്, ഞാൻ ഓതിയ യാസീനിൻ്റെ ബർക്കത്തുണ്ട്, ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഈ വീട്ടിലേക്കോ പറമ്പിലേക്കോ ഒരു മനുഷ്യൻ്റെ ഷെറും അടുക്കാൻ പാടില്ല അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിൽ സിഹ്റൊക്കെ കൊണ്ട് എറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ വളപ്പിൽ, അതൊക്കെ തടുക്കാൻ നല്ലതാണ്. ഇൻഷാ അല്ലാഹ് ഇത് ആത്മാർത്ഥമായി പറഞ്ഞ് ദുആ ചെയ്തതിന് ശേഷം നിങ്ങൾ കുഴിച്ചിടുക. അതിനുശേഷം നിങ്ങൾ ദുആ ചെയ്യുക, അല്ലാഹുവേ ഞാൻ ഈ ചെയ്ത അമൽ നീ ഫലമുള്ളതാക്കി തരണേ അല്ലാഹ്. ഇതിൻ്റെ ബർക്കത്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്കോ പരിസരത്തേക്കോ ഒരു ശത്രുവോ ഒരു കള്ളനോ വളപ്പിൽ കയറാൻ പാടില്ല അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം തരട്ടെ. ഞാൻ ചെയ്തു തന്നാലും നിങ്ങൾ ചെയ്തു തന്നാലും ഫലം തരുന്നത് റബ്ബാണ്. അപ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ ഫലം തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും സ്വത്തും സമ്പത്തും വീടും പറമ്പൊക്കെ അള്ളാഹുവിൻ്റെ കാവലിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച നമ്മുടെ മജ്‌ലിസിൻ്റെ കാര്യം ആരും മറന്നു പോകണ്ട. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.